ചോദിച്ചാൽ എനിക്ക് കുറേ മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ ഞാൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ അത്ര വലിയ മോശമായിട്ടുള്ള മെസ്സേജ് അല്ല. നിങ്ങൾ എന്താണ് അങ്ങനെ പറയുന്നത്, എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ പറഞ്ഞു. പക്ഷേ എന്തറിഞ്ഞിട്ടായാലും ഇതിന് ഞാൻ ഇപ്പോൾ പറയും കാരണം റാപ്പർ വേടനെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി ഉത്തരവായ ഒരു കാര്യമുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. ഞാനതുകൊണ്ട് വീഡിയോ ഇടാൻ താമസിച്ചതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു തൽക്കാലം ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം വീഡിയോ ഇടാവുന്നു. അപ്പം റാപ്പർ വേടന്റെ കേസ് തള്ളിക്കൊണ്ട് ഒരു യുവ ഡോക്ടർ കൊടുത്ത പരാതിയാണ് റേപ്പ് ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ആ കേസിന്റെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ച് ആ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി ഉത്തരവായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നീതിന്യായ വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളൊരു കേസോ കാര്യങ്ങളോ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ സംരക്ഷണം കിട്ടിയില്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഡിസപ്പോയിന്റഡ് ആവും, നിരാശരാവും. അപ്പോഴാണ് ഈ അടുത്തിടെ ഒരുപാട് ആത്മഹത്യകളൊക്കെ ഉണ്ടായില്ല. പെൺകുട്ടികളും കേസ് കൊടുത്തിട്ട് യാതൊന്നും ആവാതെ പിന്നെ ഒരു പെൺകുട്ടി എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. ഈ ലോകത്ത് സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും കിട്ടത്തില്ല. നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും പണക്കാർക്ക് ഇൻഫ്ലുവൻസ് ഉള്ളവർക്ക് മാത്രമാണ്, പണക്കാർക്കും സ്വാധീനമുള്ളവർക്കും മാത്രമുള്ളതാണ് ഇന്നത്തെ നിയമവ്യവസ്ഥ എന്നൊക്കെയാണ് ആ കുട്ടി എഴുതി വെച്ചത്. പക്ഷെ അത് കുറച്ചൊക്കെ സത്യവുമാണ്. കാരണം പണമുള്ളവനും സ്വാധീനമുള്ളവനും ഇവിടെ എന്തും ചെയ്യാം, ആരെയും ദ്രോഹിക്കാം, ഇവിടെ ആരെയും ചോദിക്കാനില്ല. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ പറയാൻ വേണ്ട, ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരും കൂടി ആണെങ്കിൽ എന്തും ചെയ്യാം. അപ്പൊ ഇവിടെ ആ യുവ ഡോക്ടർ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നീതി കിട്ടി, തൽക്കാലത്തേക്കുള്ള ഒരു നീതി കിട്ടി എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. അപ്പൊ എനിക്ക് കുറെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഇവളുമാരൊക്കെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചാൽ മതിയോ, ഇവര് കുറ്റാരോപിതൻ കറക്റ്റാണ്, കുറ്റാരോപിതൻ മാത്രമാണ്. പക്ഷേ ഒരാൾ വെറുതെ ചെന്ന് ഒരു മൊഴി കൊടുത്താലൊന്നും ആരും കേസ് എടുക്കത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് മൊഴി അവർ പരിശോധിച്ച് അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടിട്ടാണ് അവർ എഫ്ഐആർ ഇടുന്നതും അത് കണക്ക് കോടതിയിൽ പോകുന്നതും. പിന്നെ പ്രോസിക്യൂഷൻ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യമായത് കൊണ്ടാണ് ജാമ്യാപേക്ഷ എതിർത്തിരിക്കുന്നത്. അപ്പൊ ആ ജാമ്യാപേക്ഷ എതിർത്തത് കൊണ്ടാണ് കോടതി ജാമ്യം നിരസിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു സെലിബ്രിറ്റി ആണെന്നോ വലിയ കലാകാരനാണെന്നോ നമ്മൾ ഏതാണ്ട് ഇൻഫ്ലുവൻസ് ഉള്ള ആണെന്നോ നമ്മൾ പൈസ ഉള്ള ആളാണെന്ന് വിചാരിച്ച് നമുക്ക് എവിടെയും വിജയിക്കാം, നമ്മൾ എന്തും ചെയ്യാം, എന്ത് തെറ്റും നമുക്ക് സമൂഹത്തിൽ ചെയ്യാം എന്ന് ആരും വിചാരിക്കരുത്. അതിപ്പോ റാപ്പർ വേടനായാലും ഈ റേപ്പർ വേടനായാലും. അപ്പം ഇനിയിപ്പോ റാപ്പർ വേടൻ എന്നുള്ള എന്തിനാണ് ഈ നിക്നെയിം ഒക്കെ, ഹിരൺ ദാസ്. അപ്പൊ ഹിരൺ ദാസ് ആരായാലും ശരി, നമ്മൾ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. പിന്നെ കുറ്റമൊക്കെ കോടതി തെളിയിക്കട്ടെ, അപ്പം കുറ്റം തെളിയിക്കുകയാണെങ്കിൽ ശിക്ഷ വാങ്ങിക്കട്ടെ. പക്ഷെ എന്തായാലും ഇപ്പോൾ ആ കുട്ടിക്ക്, യുവ ഡോക്ടർ ആ കുട്ടിക്ക് കറക്റ്റായിട്ടുള്ള ഒരു നീതി, അത് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു നീതി കിട്ടി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാൻ വീണ്ടും വീഡിയോ ഇടും, ഞാൻ ആരെയും പേടിക്കുന്ന ഒരാളല്ല. അപ്പം എനിക്കിങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ പെണ്ണുങ്ങളെല്ലാം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ കേസും കൊടുത്തു കഴിഞ്ഞാൽ ഇവളുമാരൊക്കെ എന്തിനാണ് ഇറങ്ങുന്നത്. അപ്പൊ ഇവളുമാർ ഇറങ്ങി അത് ഓക്കെ, പക്ഷെ ഇവന്മാരൊക്കെ ഇങ്ങനെ ഇവളുമാരെ തേടി നടന്ന് ഇവളുമാരെ കെണിയിൽപ്പെടുത്തി വലവീശി പിടിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരി, അവരെങ്ങനെയാണ്